പണ്ട് പണ്ട് ഒരു പുൽത്തകിടിയിൽ ഒരു കൂട്ടം എലികൾ ജീവിച്ചിരുന്നു. എല്ലാവിധ സുഖസന്തോഷങ്ങളോടും കൂടിയാണ് അവരവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ പുൽത്തകിടിക്കടുത്ത് ഒരു കാടുണ്ടായിരുന്നു. അവിടെ ഒരു കൂട്ടം പൂച്ചകളും ഉണ്ടായിരുന്നു. പൂച്ചകൾ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളുടെ ജീവന് ഭീഷണിയാകുമെന്ന് എലികൾക്ക് അറിയാമായിരുന്നു. ഈ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടുവാനായി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എലികളെല്ലാവരും യോഗം ചേർന്നു. നമുക്ക് നമ്മുടെ പുൽത്തകിടിക്ക് ചുറ്റും വലിയ മതിലുകൾ പണിതാലോ? ഒരെലി പറഞ്ഞു. അത് വേണ്ട, നമുക്ക് പൂച്ചകളെ കുടുക്കുവാനായി കെണികൾ ഒരുക്കാം, മറ്റൊരാൾ പറഞ്ഞു. അങ്ങനെ പലരും പല ആശയങ്ങളും മുന്നോട്ട് വെച്ചു. യോഗത്തിൽ ബുദ്ധിമാനായ ഒരു വയസ്സൻ എലി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പൂച്ചകൾ വളരെ ബുദ്ധിശാലികളാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് മതിലുകൾ പണിതാലും കെണികൾ ഒരുക്കിയാലും അവയ്ക്ക് അത് നിസ്സാരമായി മറികടക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പൂച്ചകൾ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് കൂടുതൽ ബുദ്ധിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വയസ്സനെലി പറഞ്ഞത് ശരിയാണെന്ന് എലികൾക്കെല്ലാം തോന്നി. അവരെല്ലാവരും ചേർന്ന് മാളങ്ങളിൽ നിന്നും പുൽത്തകിടിയുടെ പുറത്തേക്ക് രക്ഷപ്പെടുവാനായി പല പല രഹസ്യ തുരങ്കങ്ങൾ തുരന്നുണ്ടാക്കി. അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ വളരെ വൈകാതെ പൂച്ചകൾ കൂട്ടമായി അവരെ ആക്രമിച്ചു. അപ്പോൾ എലികളെല്ലാം ഓടി മാളങ്ങളിൽ കയറുകയും രഹസ്യ തുരങ്കങ്ങൾ വഴി പുൽത്തകിടിയുടെ പുറത്തേക്ക് കടക്കുകയും ചെയ്തു. എലികളെ ഒന്നും പിടിക്കാനാവാതെ പൂച്ചകൾ കാട്ടിലേക്ക് മടങ്ങി. അവർ പോയതിനു ശേഷം എലികൾ പുൽത്തകിടിയിലേക്ക് തിരിച്ചെത്തി. തങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന വയസ്സനെലിയോട് അവർ നന്ദി പറഞ്ഞു. പൂച്ചകൾ ഇനിയും ആക്രമിക്കുകയാണെങ്കിലും തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് എന്ന ഉറപ്പിന്മേൽ എലികൾ പിന്നീടുള്ള കാലം പുൽത്തകിടിയിൽ തന്നെ സന്തോഷത്തോടെ ജീവിച്ചു.